നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമീപകാലത്ത്, അതായത് 2021 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ബ്രസീലിനെ എടുത്തിട്ട് അലക്കുക, ചവിട്ട് മെതിക്കുക എന്നുള്ളത് അർജന്റീന ഒരു സ്ഥിരം പരിപാടിയാക്കിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ കണക്ക് വേറെയാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ 2021 കോപ്പ അമേരിക്ക വിജയം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്തു നോക്കുക. ഏത് തലത്തിലും, അത് അണ്ടർ 20 ആവട്ടെ, സീനിയർ ആവട്ടെ, അങ്ങനെയൊന്നുമില്ല. ബ്രസീലിനെ കിട്ടിയാൽ അർജന്റീന വലിച്ചു കയറുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ എങ്ങോട്ട് പോകുന്നു എന്ന് ആരാധകർക്ക് തീർച്ചയായിട്ടും സന്ദേഹമുണ്ടാക്കുന്നു, സംശയമുണ്ടാക്കുന്നു. സീനിയർ ടീം മാത്രമല്ല, ജൂനിയർ ടീമുകളും ഈ രൂപത്തിൽ മുട്ടിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2021 കോപ്പ അമേരിക്ക ഫൈനൽ മാറക്കാനയിൽ, ബ്രസീലിന്റെ സ്വന്തം മാറക്കാനയിൽ ഇട്ടിട്ട് ബ്രസീലിനെ തകർത്തു. അവർ കിരീടവും കൊണ്ടുപോയി, അർജന്റീന കിരീടവും കൊണ്ടുപോയി. പിന്നെ നോക്കുക, ബ്രസീലിന്റെ ഹിസ്റ്റോറിക് അൺഡിഫീറ്റഡ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു. അവരുടെ ഹോം ഗ്രൗണ്ടിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന ചരിത്രപരമായിട്ടുള്ള ആ ഒരു സ്ട്രീക്ക് അതങ്ങ് തകർത്ത് കളഞ്ഞു അർജന്റീന. കഴിഞ്ഞില്ല. പിന്നെ അണ്ടർ 17 വേൾഡ് കപ്പിൽ എലിമിനേറ്റഡ് ദം ബൈ വിന്നിംഗ് 3-0 ഇൻ ദി ക്വാർട്ടർ ഫൈനൽസ് ഓഫ് അണ്ടർ 17 വേൾഡ് കപ്പ്. അണ്ടർ 17 വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിനെ 3-0 തകർത്ത് തരിപ്പണമാക്കി. ദെൻ ഒളിമ്പിക് ക്വാളിഫയേഴ്സിൽ ബ്രസീലിന് കഴിഞ്ഞ ഒളിമ്പിക്സ് കളിക്കാൻ പോലും പറ്റിയില്ല. ഒളിമ്പിക് ക്വാളിഫയേഴ്സിൽ ബ്രസീലിനെ പുറത്താക്കി. കഴിഞ്ഞില്ല. അണ്ടർ 15 കോപ്പ അമേരിക്ക, അവിടെ ബ്രസീലിനെ പുറത്താക്കി. ഇപ്പോഴിതാ അണ്ടർ 20 കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത മാർജിനിൽ 6-0 മാർജിനിൽ തോൽപ്പിച്ചിരിക്കുന്നു. ഏത് തലമാവട്ടെ, സീനിയർ ആവട്ടെ, അണ്ടർ 15 ആവട്ടെ, അണ്ടർ 20 ആവട്ടെ, അണ്ടർ 17 ആവട്ടെ, ഒളിമ്പിക്സ് ആവട്ടെ, എവിടെ ബ്രസീലിനെ കിട്ടിയാലും പണി കൊടുത്തു പോവുകയാണ് ഇപ്പോൾ അർജന്റീന. വല്ലാത്തൊരവസ്ഥയാണ് ബ്രസീലിന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.